കേട്ടോ. കണ്ട് ഇവിടെ കണ്ടോ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഗുജറാത്തി അല്ല, സോറി, രാജസ്ഥാനി ഡ്രസ്സൊക്കെ. നമ്മൾ ഗുജറാത്തിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ വായി വരുന്നത്. ഇത് കണ്ടു, ഇതൊരു പാത്രക്കട പോലത്തെ കടയാണ്. ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് ഇവിടെ സൈഡിലൊക്കെ. നമ്മൾ ഇത് കണ്ടോ, സ്കേർട്ടൊക്കെ ഉള്ള ഇങ്ങനത്തെ സ്കേർട്ടൊക്കെ കിട്ടുന്ന കട. ഇവിടെ റേറ്റ് എത്രയാണെന്നൊന്നും അറിയില്ല. നമുക്ക് ജസ്റ്റ് തിരിച്ചു വരുമ്പം ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം സ്കേർട്ടിൻ്റെയൊക്കെ. നമ്മൾ ആ പാലസിൻ്റെ അവിടുത്തെ ഷോപ്പിൽ ജസ്റ്റ് റേറ്റ് ചോദിച്ചായിരുന്നു ആ സ്കേർട്ടിൻ്റെ. കാരണം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആ ഒരു ഡ്രസ്സ് വാങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ അതേ റേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചോദിച്ചപ്പോഴേക്കും ഏകദേശം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അതായത് നമുക്ക് 500 അടുത്തായിരുന്നു. അപ്പം ഇവിടെ ഏകദേശം ആ ഒരു റേറ്റ് തന്നെ ഇവിടുത്തെ ഷോപ്പിലും പറഞ്ഞത്. ഹോം സ്റ്റേ ആണ് കേട്ടോ ഉള്ളത് എല്ലായിടത്തും. നമുക്ക് ആ മുകളിൽ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് കാണാൻ ഫുള്ള് ഹോം സ്റ്റേകൾ ഇങ്ങനെ ഇതുപോലെ നല്ല സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയറും അതൊക്കെ ഇട്ടിരിക്കുന്ന നമുക്ക് ആ റൂമിൻ്റെ ബാൽക്കണി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് എല്ലാത്തിൻ്റെയും ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ ഹോം സ്റ്റേകളായിരിക്കും എല്ലാം. നമ്മൾ അത്രയും ഹോം സ്റ്റേകൾ കണ്ടു. അതേപോലെ ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ, നുക്കാട്, അങ്ങനെ പല പല ഹോം സ്റ്റേകളുണ്ട്. ഇവിടെ കണ്ടോ, ഇവർ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒത്തിരി ഇങ്ങനെ വഴിയരികിൽ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ബൈക്കൊക്കെ റെൻറ്റിന് കിട്ടുന്ന സ്ഥലമുണ്ട് ഇവിടെ. ബൈക്ക് ഓൺ റെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നു. പിന്നെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് ഇവർ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുക ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ, എന്തോ വാങ്ങാനൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ടോ ഒരു പ്രിൻറ്റഡ് ഷർട്ടൊക്കെ കിട്ടുന്ന ഷോപ്പാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷർട്ട് നോക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. റേറ്റൊക്കെ എത്രയാവും എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ഇത് എടുക്കാമെന്ന് ഓർത്ത് ഇട്ട് നോക്കുവാണ്. നമുക്ക് പക്ഷെ അവിടുന്ന് കറക്റ്റ് സൈസ് കിട്ടിയില്ല. നമ്മൾ സ്മോൾ ഇട്ട് നോക്കി, അല്ല മീഡിയം ഇട്ട് നോക്കി, പക്ഷെ അത് കുറച്ച് ടൈറ്റ് ആയിരുന്നു. അപ്പം നമ്മളെന്നാൽ വേറെ സൈസ് നോക്കാമെന്നോർത്തെ. ഇനിയിപ്പോൾ വേറെ കടയിൽ കാണുമെങ്കിൽ നോക്കാമെന്നോർത്ത്. അത് പക്ഷെ നമ്മൾ വാങ്ങിയില്ല. നമ്മളപ്പോൾ ചായ കുടിക്കാൻ കയറിയതാട്ടെ ഇവിടെ ഒരു കടയിൽ. ഇപ്പം 3 ചായക്ക് 20 രൂപ. ചായ വന്നു കേട്ടോ, മണ്ണിൻ്റെ ഗ്ലാസ്സിലേക്ക്. നമ്മളപ്പം ചായ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. നല്ല ചായ ആയിരുന്നേ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ചായക്ക് ഏലക്കായൊക്കെ ആയിട്ട് നല്ല ചായ ആയിരുന്നു. അപ്പം ഇനി നമ്മൾ ബില്ലും കൂടെ പേ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകുക. നമ്മളപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. നമ്മൾ പോയി കണ്ട് സ്ഥലം കണ്ട് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടിയിൽ പോയി സാധനങ്ങൾ എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് പോകുക ഇനിയിപ്പം ആ സ്ഥലത്തേക്ക്. നല്ല തിരക്ക്. എവിടെയാണെങ്കിൽ ബൈക്ക് ഇങ്ങനെ പാഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഹോണടിയുടെ സൗണ്ട് മാത്രമേ ചിലപ്പം വീഡിയോയിൽ കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് സൗണ്ടാണ്. ഇവിടെ സൈഡിലൊക്കെ ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്. നമ്മൾ പക്ഷെ റേറ്റ് ഒന്നും ചോദിച്ചില്ല. നമുക്ക് തിരിച്ചു വരുമ്പോൾ റേറ്റൊക്കെ ചോദിക്കാം. ഇത് കണ്ട് ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ഫ്ലവർ പീസ് അങ്ങനെയൊക്കെയുള്ളൊരു ഷോപ്പാണ്. ഇതിപ്പോൾ നമ്മൾ വേറൊരു വഴിയിലേക്ക് കയറി കേട്ടോ, അങ്ങോട്ടേക്ക് പോവാൻ. ഇവിടെ എല്ലാം ഇങ്ങനത്തെ വഴികൾ, ഇങ്ങനെ ഇടയ്ക്കൂടെ കയറിയുള്ള വഴികൾ. ഇത് കണ്ടോ, നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതാണ്. അപ്പുറത്ത് ലൈറ്റൊക്കെ ആയിട്ട് നടുക്ക് വെള്ളം, ഇങ്ങനെ ഒരു ലേക്ക് പോലെ കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഫുള്ള് ലൈറ്റൊക്കെ കാണാം. അപ്പുറത്ത് പ്രോഗ്രാമൊക്കെ നടക്കുന്ന പാട്ടിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ, സൂപ്പർ. അതേ സൈഡിൽ അവിടെയൊക്കെ എല്ലായിടത്തും ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ
കണ്ടത്. ഇപ്പുറത്ത് കണ്ടു ഒരു ടെമ്പിളിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അത് രാം മന്ദിർ എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത് കേട്ടോ. ആ ടെമ്പിളിൻ്റെ അവിടെ ഇങ്ങനെ സൈഡ് നമ്മൾ ജസ്റ്റ് ഇതിൽ നടന്നു പോയപ്പോൾ കണ്ടതാണ് ഈ ഒരു ലേക്ക്. നല്ല ഭംഗിയുണ്ട്. അപ്പുറത്ത് ടെമ്പിളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മണി അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. പിന്നെ എന്തോ പ്രോഗ്രാമും നടക്കുന്നുണ്ട്. കണ്ടു, ഇത് നമ്മളിപ്പോൾ കണ്ട ടെമ്പിളാണ്. ഇവിടെ ശിവൻ്റെ ആണെന്ന് തോന്നുന്നു. അല്ല, റാം ടെമ്പിളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോറി, എനിക്ക് തെറ്റിപ്പോയത്. അവിടെ രാമൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ടൈഗറിൻ്റെ ഒരു രൂപം പോലെ വെച്ചിട്ടുണ്ട്. ഇവിടെ തിരക്കായതുകൊണ്ട് നമുക്കിതിൽ നടന്ന് പറയാനൊക്കെ ഭയങ്കര പാടാണ്. ഫുള്ള് ആൾക്കാരൊക്കെ ആയതുകൊണ്ട്. ഇതാണ് ആ ടെമ്പിൾ. അപ്പം നമ്മൾ ജസ്റ്റ് ടെമ്പിളിൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ട് കയറിയതാണ്. കണ്ടോ, ഇതാ ടെമ്പിൾ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഈ ലൈറ്റൊക്കെ കണ്ടോണ്ട് നല്ല ഭംഗിയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളപ്പം അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ പാട്ടൊക്കെ അപ്പുറത്തുനിന്ന് കേൾക്കാമല്ലോ. അത് കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം വേറൊരു പ്ലേസ് നമ്മൾ കണ്ടായിരുന്നു. അവിടെ എന്തോ ഫോക്ക് ഡാൻസ് ഷോ, അതായത് രാജസ്ഥാനി ഫോക്ക് ഡാൻസ് ഷോ കണ്ടൊരു സ്ഥലം കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അത് പക്ഷേ 7 to 8 ആണ് അതിൻ്റെ ടൈം. ഇപ്പം തന്നെ ഏകദേശം 7:15 ഇനിയിപ്പം നമ്മൾ ചെല്ലുമ്പോൾ അത് കഴിയുമോ എന്നറിയത്തില്ല. ജസ്റ്റ് നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. നമ്മളിവിടെ എത്തിയായിരുന്നു കേട്ടോ. പക്ഷെ ടിക്കറ്റ് ഫുള്ളാന്നാണ് പറഞ്ഞത്. കണ്ടോ, ടിക്കറ്റിൻ്റെ സ്ഥലത്ത് നമ്മൾ പോയി ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഫുള്ളാണ്. ഇവിടുത്തെ ടിക്കറ്റ് ഇങ്ങനെയാണ്. ഇന്ത്യൻസിന് 125, ഫോറിനേഴ്സിന് 250. പക്ഷേ ടിക്കറ്റ് ഫുള്ളായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പാനിപൂരി എന്തെങ്കിലും വാങ്ങാൻ നോക്കും കഴിച്ചിട്ട് പോവാൻ. നമ്മൾ കുറച്ചുകൂടെ വന്നിരുന്നെങ്കിൽ നമുക്കത് കാണാൻ പറ്റിയാണ്. പക്ഷേ നമ്മൾ നല്ല ലേറ്റായിപ്പോയി. ഇപ്പം ഈ അമ്പലത്തിലെ പൂജയായിരുന്നു കേട്ടോ. നമ്മൾ ഈ കണ്ടത് ശിവൻ്റെ അമ്പലം. പിന്നെ നമ്മൾ ആദ്യം ഞാൻ കാണിച്ചില്ല, അത് ശ്രീരാമൻ്റെ അമ്പലമാണ്. ഇപ്പുറത്ത് ശിവൻ്റെ അമ്പലം. 2 അമ്പലം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച്. അപ്പോൾ ഇവിടെ ഇപ്പം പൂജയായിരുന്നു. നമ്മളപ്പോൾ അവിടെ കുറേ നേരം ഇരുന്ന് കേട്ടോ. ഇനി നമ്മൾ പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുവാണ്. എന്നിട്ട് വേണം നമുക്ക് പാർക്കിങ്ങിൽ പോയിട്ട് നാളത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ട്, ഇവിടെയാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കയറിയ അമ്പലം. ഞാൻ പറഞ്ഞ രാമൻ്റെ അമ്പലമില്ല, അത് ഇതാ കേട്ടോ. അപ്പം നമ്മളവിടെ നിന്നതാണ് ശിവൻ്റെ അമ്പലം. ഇവിടെ ഇപ്പോഴും ഫുള്ള് തിരക്കാണ് കേട്ടോ. എപ്പോഴും ഇവിടെ ഇങ്ങനെ ഫുള്ള് തിരക്കായിരിക്കും. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ പോകുമ്പോൾ. ഇതിപ്പോൾ നമ്മളവിടെ കണ്ട പാലത്തിൻ്റെ അങ്ങോട്ടാട്ടോ നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു പാനിപൂരി കടയിൽ വന്നു കേട്ടോ. നോക്കാം. ഇവിടെ നല്ല തിരക്കാട്ടോ. കടയിലും നല്ല തിരക്ക്. ആൾക്കാരൊക്കെ ഒത്തിരി ഉണ്ട്. നമ്മളപ്പോൾ പാനിപൂരി വാങ്ങി കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുക. ഈ കടയിൽ നല്ല തിരക്കാണ്. കടയിൽ മാത്രമല്ല, റോഡിലൊക്കെ ഫുള്ള് തിരക്കാണ്. ഫോറിനേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ കണ്ടോ കുറേ മാറ്റല്ല, എന്തുവാന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഇത് കണ്ടോ, ബാഗൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ സ്റ്റൂള്, ഇങ്ങനെ ബാഗൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. വെറൈറ്റി ബാഗൊക്കെ നല്ല വർക്കുള്ളതും ഉണ്ട്. കമ്മലൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ നമ്മൾ കണ്ട പാലത്തിലേക്കുള്ള വഴി കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ ക്രോസ് ചെയ്ത് പോകണം.
ഒരു പട്ടി നമ്മുടെ പുറകെ കണ്ടു. ഇതാണ് ആ പാലത്തിലേക്കുള്ള വഴി. ऑर्डर आप भी हम सोच के बता रहे हैं, आराम से सोच के बता रहे हैं। क्या हो रहा है? चालू के लिए അവിടെ ഒരു പാലമുണ്ട്. അത് വണ്ടി പോകുന്ന പാലമാണ്. പുറത്ത് വണ്ടി പോകുന്ന പാലമുണ്ട് കേട്ടോ. ഇത് ആൾക്കാർ നടക്കുന്ന പാലം. നമ്മളെ താമസിക്കുന്ന റൂമിന്റെ മേളിൽ നോക്കിയപ്പം കണ്ടതാണ് തോന്നുന്നത്. സ്ക്വയർ പോലെ. ഇങ്ങോട്ട് വ്യൂ ഇല്ലെന്ന് തോന്നില്ലയോ? ഇല്ല, അവിടെ ഇരിക്കുമ്പോഴേ ആ വ്യൂ ഉള്ളു. ആ ഇവിടെ ഒന്നും അതിനേക്കാളും വ്യൂ കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് ഇവിടെ എല്ലായിടത്തും അമ്പലങ്ങളാണ് കേട്ടോ. രണ്ട് സൈഡിലും ഫുൾ അമ്പലങ്ങളാണ്. ഇതുണ്ട് പിള്ളേരൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ ഡ്രസ് ഷോപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ കഫേ ഉണ്ട്. നമ്മളപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഫുഡിൻ്റെ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മളപ്പം ഒരു വെജ് പുലാവും ഒരു വെജ് ബിരിയാണിയും മേടിക്കാൻ വന്നതാണ്. ഇത് റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ മുകളിലേക്ക് പോകുവാണ്. കണ്ടോ, ഇതിങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെയാണ്. ശരിയാ, കുറേ സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി വേണം ഏറ്റവും മുകളിലാണ് റൂഫ് ടോപ്പിലാണ്. നമ്മൾ കയറി കയറി മടുക്കുമെന്ന് തോന്നുന്നു. അയ്യോ, ഇനിയുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മൾ പറഞ്ഞ ഫുഡ് വന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് വെജ് ബിരിയാണി അല്ലേ? വെജ് ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്.
നമ്മളപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നടന്ന് പാർക്കിങ്ങിൽ പോകണം. നമുക്കപ്പോൾ നാളത്തേക്കുള്ള ഡ്രസ്സ് എടുക്കണം. ഇവിടുന്ന് കുറച്ചുണ്ട് കേട്ടോ പാർക്കിങ്ങിലേക്ക് നമുക്ക് നടന്നു പോകാൻ. അപ്പം നമ്മൾ ഇപ്പം പോയി പാർക്കിങ്ങിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോകും. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് കമ്മൽ കടകളാണ് കേട്ടോ. ഇത് ഫുള്ള് കമ്മൽ കടയാണ്. ഒത്തിരി കമ്മലുകളുണ്ട് ഇവിടെ. നമ്മളപ്പം അവിടുന്ന് വന്ന വഴി തന്നെയായിട്ട് നടന്നു പോകുന്നത്. ഇപ്പം പാലത്തിൻ്റെ അവിടെ എത്തി. നമ്മളപ്പം നടന്ന് ഇവിടെ എത്തി കേട്ടോ. പാലം തിരിച്ചിറങ്ങി. ഇനിയിപ്പം നമ്മളുടെ റൂമിലേക്ക് പോകുന്ന വഴിയായത് കണ്ടോ. നമ്മൾ അപ്പുറത്ത് അവിടെ നിന്നൊരു പാലം കൂടിയാണ് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നത്. പാലത്തിൻ്റെ അപ്പുറത്താണ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയത് കേട്ടോ. നമ്മളപ്പം പാർക്കിങ്ങിൽ പോയി ഡ്രസ്സ് അപ്പം നാളത്തേക്കുള്ള നാളെ തന്നെ എടുക്കാമെന്ന് ഓർത്തു. പക്ഷെ ഭയങ്കര തണുപ്പ് ഭയങ്കര കണ്ട് സ്വെറ്ററൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് നമ്മൾ ഇങ്ങോട്ട്. ഇനിയിപ്പം നമ്മൾ റൂമിലേക്ക് പോകുക. ഇപ്പം നമ്മുടെ റൂമിലേക്ക് പോകുന്ന വഴി വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇതിൽ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടുത്തെ കടകളൊക്കെ ഇപ്പം അടവായി കേട്ടോ. അതായത് നമ്മുടെ ആ മെയിൻ ജംഗ്ഷൻ അല്ല, ഇതിപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയല്ലോ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ആദ്യം പോയപ്പോൾ കണ്ട കടകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം അടച്ചു. എല്ലാം ഷട്ടർ ഇട്ടു. ഇവിടെ ഒന്നും ആളില്ല. പിന്നെ വണ്ടികൾ ഇതിലേക്ക് കയറി പോകുന്നുണ്ട്, സ്കൂട്ടറും ബൈക്കൊക്കെ. അതെപ്പോഴും ഇവിടെ തിരക്കാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഒക്കെ തിരക്കായിരുന്നു. പക്ഷെ കടകൾ മാത്രം ക്ലോസായി. കണ്ടു, ഈ ഷോപ്പൊക്കെ ക്ലോസായി. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേക്കും ഓപ്പൺ ആയിരുന്നത്. ചില ഷോപ്പ് മാത്രമേ കണ്ട. നുക്കാട് ഗസ്റ്റ് ഹൗസൊക്കെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. കണ്ടു, ഇവിടെയൊക്കെ ഇങ്ങനത്തെ ചെറിയ കടകളൊക്കെ ഇപ്പോഴും തുറന്നിരിപ്പുണ്ട്. ഇതൊക്കെ ചിലപ്പം എത്ര മണി വരെയാണെന്ന് അറിയത്തില്ല. എന്നാലും ചില കടകളൊക്കെ അടച്ചു. നമ്മൾ നമ്മുടെ റൂമിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. നമ്മളപ്പോൾ റൂമിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. നമ്മൾ മുകളിലേക്ക് കയറി പോകണം. നമ്മളപ്പം ബാൽക്കണിയിൽ എത്തി കേട്ടോ. ഇവിടെ ഭയങ്കര ഇരുട്ട്, അതായത് രാത്രിയായല്ലോ. അപ്പം നല്ല തണുപ്പാണ് കേട്ടോ. നമ്മുടെ വായിൽ നിന്നൊക്കെ പുക വരുന്ന ടൈപ്പ് ഓഫ് തണുപ്പാണ് ഇവിടെ. അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരിക്കാൻ പോകും. അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടിരിക്കാമെന്ന് ഓർത്തേ. ഇവരിവിടെ കുഷ്യൻ എടുത്ത് മാറ്റിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് കുഷ്യനും കൂടെ വെച്ചിട്ട് ഇരുന്നിട്ട് കിടക്കാൻ നേരത്തെ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. എവിടുന്നൊക്കെയോ നമ്മൾ ആ നേരത്തെ പാട്ടൊക്കെ കേട്ട് റിസോർട്ടിൽ നിന്നാന്ന് തോന്നുന്നു. പാട്ടൊക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോയി കിടക്കാമെന്ന് ഓർത്തു. ഇന്നലെ രാത്രി നേരെ വന്ന് കിടന്ന് ഉറങ്ങി കേട്ടോ. ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ 10:45 വന്ന് നേരെ ഉറങ്ങി. പിന്നെ ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.